മലയാളികൾക്ക് ഇത്രയും അധികം സുപരിചിതയായ ഒരു താരത്തിൻ്റെ സഹോദരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെയാണ് അനശ്വര രാജൻ്റെ കൂടെ നടന്ന ഐശ്വര്യയെ ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയാവുന്നത്. അനശ്വരയുടെ അമ്മയല്ല അനശ്വരയോടൊപ്പം എപ്പോഴും ഷൂട്ടിങ്ങിന് എത്താറുള്ളത്, അത് ചേച്ചിയാണ്. ഐഷു എന്ന പേരുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് അനശ്വരയുടെ കൂടുതൽ ചിത്രങ്ങളും പ്രേക്ഷകർ കാണുന്നതും. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് തനിക്ക് വളരെയധികം തന്നെ മനസ്സിനെയും അതുപോലെ തന്നെ ശരീരത്തെയും തളർത്തുന്ന ഒരു രോഗം ബാധിച്ചിരുന്നുവെന്നും അത് കാരണം താൻ ആകെ തളർന്നുപോയി എന്നുമാണ് ഇപ്പോൾ അനശ്വരയുടെ സഹോദരി വെളിപ്പെടുത്തുന്നത്. ഡിസ്ക് പ്രശ്നം കാരണം 28 വയസ്സിൽ അനുഭവിക്കുന്ന വേദനയാണ് ഐശ്വര്യ തുറന്നു പറയുന്നത്. പ്രസവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പ്രണയം വരെ നഷ്ടമായെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. അങ്ങനെ പോലും തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ആൾക്കാർ വരെ നമുക്ക് ചുറ്റുമുള്ളതാണ്. നമുക്കങ്ങനെ മറക്കാൻ സാധിക്കില്ല. കൃത്യമായി അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. പ്രസവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പ്രണയം വരെ നഷ്ടമായെന്ന് ഐശ്വര്യ പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെയാണ് ഇതിൻ്റെ മറുപടികളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 16ാമത്തെ വയസ്സിൽ എനിക്ക് അപ്പൻഡിസൈറ്റിസ് സർജറി നടന്നു. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് പറയണം. മാസങ്ങളോളം ബെഡ് റെസ്റ്റ് വേണ്ടി വന്നിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളം ബെഡ് റെസ്റ്റ് വേണ്ടി വന്ന് പിന്നീട് 20ാം വയസ്സിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതാൻ പറ്റാതെയായി. സ്കാനിങ്ങും MRIയും ഒക്കെ എടുത്ത് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ഡിസ്ക് പോയി. എനിക്ക് കുനിയാൻ പോലും പറ്റില്ല. ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. 3 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡിഗ്രി ഫൈനൽ ഇയർ ആയി. എനിക്കെപ്പോഴും ഇരിക്കാൻ പറ്റില്ല. 30 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. 6ാം സെമസ്റ്റർ മുഴുവൻ ക്ലാസ്സിൽ നിൽക്കേണ്ടി വന്നു. അതെല്ലാം അതിജീവിച്ചാണ് കോളേജ് പഠനം പൂർത്തിയാക്കിയത്.